മഞ്ജു, എന്തിനാ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്? ഞാൻ അവിടെയുള്ള എല്ലാ ജോലികളും ഇട്ടിട്ട് ഓടി വന്നതാ. എന്താ കാര്യം? എന്താ വിഷയം അമ്മേ? ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷം യൂണിഫോം മാറിയിട്ട് ഇവിടെ വന്ന ഒരിരിപ്പായിരുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്താ മഞ്ജു? എന്റെ ഒരേ ഒരു ചോദ്യത്തിന് ഗിരിയേട്ടൻ ഉത്തരം തന്നാ മതി. ഗിരിയേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ കണ്ണുടച്ച് വിശ്വസിച്ചോളാം. ഈശ്വര, ഞാനും പ്രീതിയും തമ്മിൽ നടന്നതല്ല ഇവൾ അറിഞ്ഞോ? ചോദിക്ക. പ്രീതി ഇപ്പൊ പ്രഗ്നന്റ് ആണോ? എന്താ ഉത്തരവില്ലേ? ഞാൻ വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ ചോദിച്ചത്? ഞാൻ പ്രഗ്നന്റ് അല്ല, ഞാൻ അബോർട്ട് ചെയ്തിരുന്നു. ഇത്രയും കാലം ചുമന്ന കുഞ്ഞിനെ എങ്ങനെയാടി നിനക്ക് ഇല്ലാതാക്കാൻ തോന്നിയേ? എന്റെ വിഷമം ഒരിക്കലും മഞ്ജുവിന് മനസ്സിലാവില്ല. മനസ്സിൽ കല്ല് വെച്ചിട്ടാ ഞാൻ ആ തീരുമാനത്തിലെത്തിയത്. അതിന് നിനക്ക് ഒരു മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ പറ്റില്ല. ഇതെന്റെ മാത്രം തീരുമാനമാ. അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരവകാശവും മഞ്ജുവിനില്ല. ശരി, ഞാൻ നിന്നെ ചോദ്യം ചെയ്യുന്നില്ല. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാലോ. എന്റെ ഭർത്താവല്ലേ? ഇവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ഗിരിയേട്ടനാണോ? മഞ്ജു, നീ എന്തൊക്കെ വൃത്തികേടായി പറയുന്നത്? ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണെന്നാണോ നീ വിചാരിക്കുന്നത്? പിന്നെ എന്തിനാ ഇവളുടെ തീരുമാനത്തെ പിന്തുണച്ച് ഗിരിയേട്ടൻ ഇവളുടെ കൂടെ ആശുപത്രിയിലേക്ക് പോയത്? അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടാ, ഒരു ധൈര്യത്തിന്. അങ്ങനെ ഇവള് പറഞ്ഞ ഗിരിയേട്ടൻ എന്തും ചെയ്യൂ. ശരിയും തെറ്റും തിരിച്ചറിയാൻ സ്വന്തമായിട്ടൊരു ബോധമുണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൂടായിരുന്നോ? മോളെ, ഗിരിക്ക് ആശുപത്രിയിലേക്ക് പോണെന്ന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാന് നിർബന്ധിച്ചയച്ചത്. ഇവൾക്കൊരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. സപ്പോർട്ട് മാത്രമാണോ കൊടുത്തത്? കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. നീ മിണ്ടിപ്പോരുത്. ഞാൻ എന്റെ ഭർത്താവിനോടാ സംസാരിച്ചത്. ആശുപത്രിയിലെ ഫോമിൽ കുഞ്ഞിന്റെ അച്ഛൻ ഗിരിയേട്ടനാണെന്ന് എഴുതിയിരിക്കുന്നത്.